السلام عليكم. الحمد لله رب العالمين، الصلاة والسلام على أشرف المرسلين سيدنا محمد رسول الله صلى الله عليه وسلم وعلى آله وصحبه أجمعين. أما بعد. അള്ളാഹു ആകാശത്ത് നിന്ന് വെള്ളമിറക്കി മരിച്ചു കിടന്ന ഭൂമിയെ അതുവഴി പെട്ടെന്ന് ജീവനുള്ളതാക്കി. നിശ്ചയം കേൾക്കുന്ന ജനത്തിൽ ഇതൊരു ദൃഷ്ടാന്തമാണ്. ഓരോ വർഷവും കൺമുമ്പിലൂടെ കടന്നു പോകുന്ന ഒരു കാഴ്ചയാണിത്. ഭൂമി തികച്ചും വരണ്ട മൈതാനമായി മാറുന്നു. അതിൽ ജീവിതത്തിൻ്റെ ഒരടയാളവും കാണപ്പെടുന്നില്ല. പുല്ലും വള്ളിയുമില്ല, ഫലങ്ങളില്ല, ഇലകളില്ല, പൂക്കളില്ല, ഭൂമിയിലെ പ്രാണികൾ പോലുമില്ല. അങ്ങനെ ഇരിക്കെ മഴക്കാലം വരുന്നു. ഒന്ന് രണ്ട് ചെറിയ മഴ പെയ്യുകയേ വേണ്ടു. അപ്പോഴേക്കും ഇതേ ഭൂമിയിൽ ജീവിതത്തിൻ്റെ ഉറവകൾ പൊട്ടിയൊഴുകാൻ തുടങ്ങുന്നു. ഭൂമിയുടെ അരികുകളിൽ ഒതുങ്ങി മറിഞ്ഞു കിടന്നിരുന്ന കണക്കില്ലാത്ത ബീജങ്ങൾ പെട്ടെന്ന് ജീവനുള്ളതാകുന്നു. ഓരോന്നിൻ്റെയും ഉള്ളിൽ നിന്ന് കഴിഞ്ഞ വർഷക്കാലത്ത് മുളച്ചു വന്ന ശേഷം മരിച്ചു കഴിഞ്ഞിരുന്ന ചെടികൾ വീണ്ടും മുളച്ചു പൊന്തുന്നു. വേനൽക്കാലത്ത് പേരും കുറിയുമില്ലാതിരുന്ന കണക്കറ്റ പ്രാണികൾ കഴിഞ്ഞ വർഷക്കാലത്ത് കണ്ടതുപോലെ തന്നെ വീണ്ടും കാണപ്പെടുന്നു. ഇതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ പല തവണ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. എന്നിട്ടും അള്ളാഹു മനുഷ്യരെ മരണശേഷം വീണ്ടും ജീവിപ്പിക്കുമെന്ന് പ്രവാചകൻ്റെ നാവിലൂടെ കേൾക്കുമ്പോൾ നിങ്ങൾ അതിൽ ആശ്ചര്യപ്പെടുന്നു. ഈ ആശ്ചര്യത്തിൻ്റെ കാരണം നിങ്ങളുടെ കാഴ്ച ബുദ്ധിയില്ലാത്ത ജീവികളുടെ കാഴ്ചക്ക് തുല്യമാണ്, അല്ലാതെ മറ്റെന്താണ്? നിങ്ങൾ അള്ളാഹുവിൻ്റെ പ്രപഞ്ചത്തിലെ അത്ഭുത ദൃശ്യങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ അവക്ക് പിന്നിൽ അള്ളാഹുവിൻ്റെ കഴിവിൻ്റെയും മുക്തിൻ്റെയും ദൃഷ്ടാന്തങ്ങൾ കാണുന്നില്ല. മറിച്ചാണെങ്കിൽ നബി തിരുമേനിയുടെ വിവരണങ്ങൾ കേൾക്കുമ്പോൾ യഥാർത്ഥത്തിൽ ഈ ദൃഷ്ടാന്തങ്ങളെല്ലാം ആ വിവരണത്തെ ശക്തിപ്പെടുത്തുകയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ വിളിച്ചു പറയാതിരിക്കാൻ സാധ്യതയില്ല. വാഹിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.